ഏതായാലും തിരൂരങ്ങാടിയിൽ ഒരു പെണ്ണുണ്ട്, നമുക്കിന്നാണ് പോയി നോക്കാം. എന്നാ അങ്ങനെ ആവട്ടെ. അന്നെ മനസ്സ എത്ര ആലോചന വന്ന് എല്ലാവർക്കും ആദ്യമാണ് സ്ത്രീധനം. പഠിച്ചോനെ ഇനിയെങ്കിലും സ്ത്രീധനല്ലാത്ത കല്യാണം വരണേ. സൈനപ്പ അജൊന്ന് സബൂറാവും. ഏതായാലും കൊണ്ടോട്ടിന്ന് ഒരു കൂട്ടറിന്ന് വരാ പറഞ്ഞത് ഓലെന്നാ വരുന്ന് തോന്നുന്നു. ഇജണ്ട ഒത്തുപോയിക്കാം. ചെക്കന്റെ പേരിപ്പോ എത്ര വരെ പഠിച്ചു? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ചന്നോട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചിലപ്പോ നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും ഒരു 2 ക്വസ്റ്റ്യൻ ചോദിച്ചോ. 1 മണിക്കൂർ എത്ര മിനിറ്റാ? 24 മിനിറ്റ്. അത് തെറ്റാ, 60 മിനിറ്റാ. അതിപ്പോ അങ്ങനെയാക്കിയത്. അടുത്ത ചോദ്യം, ഒരു ദിവസം എത്ര മണിക്കൂറാ? ഒരു 8-10 മണിക്കൂറൊക്കെ കാണും. അത് വളരെ തെറ്റാ. അല്ല പെണ്ണിന്റെ വാപ്പ, ഞാനും പെണ്ണും സമയം തമ്മിൽ എന്താ ബന്ധം? അതുകൊണ്ട് നിങ്ങള് വേറെ വല്ല ചോദ്യം ചോദിക്കൂ. അനക്ക് എളുപ്പം ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യം. ആഗസ്റ്റ് 15 ഏത് മാസത്തിലാ? ആഗസ്റ്റ് 15 ഏത് മാസത്തില? ഫെബ്രുവരി. അത് ശരിയല്ലേ? അപ്പൊ നമുക്ക് പെണ്ണിനെ കാണല്ലേ? ആമിനിയോ? എന്താ പേര്? ആമിന. എത്ര വരെ പഠിച്ചു? 10ാം ക്ലാസ്. വെരി ഗുഡ്. അല്ല അപ്പൊ നിശ്ചയൊക്കെ? ഇറങ്ങിപ്പോടാ. അല്ല കല്യാണം? പോടാ. അല്ല എന്റെ ഇക്കാക്ക, ഈ കണ്ടിന്യൂസ് എന്താ? അതൊക്കെ അറിയെങ്കിൽ ഇപ്പൊ ഞാൻ ആരായിട്ടുണ്ടാവും? എന്നോട് സംശയം ചോദിച്ചു വല്ല ഡോക്ടറോ കളക്ടറോ ആയി പോകും. അതുകൊണ്ട് പോയിരുന്ന് പഠിക്ക്. അല്ല ഇക്കാക്ക, പെണ്ണ് കാണാൻ പോയിട്ടെന്താ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഒന്നിനും ഇഷ്ടപ്പെട്ടില്ല. ഒന്നും നമ്മുടെ ഗ്ലാമറിനൊക്കില്ല. മോളെ, ഓനക്ക് എല്ലാ പെണ്ണിനും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒറ്റ പെണ്ണിന് ഓനെ പറ്റില്ല. ഒരു കുത്താണ് തന്നാണ്ടില്ല പാപ്പ. കുട്ടികളും വലിയവരുടെ കാര്യത്തിൽ ഇടപെടണ്ട. നീ പോയിരുന്ന് പഠിക്ക്. കൊണ്ട് കല്യാണം കഴിക്കുന്ന എന്തുകൊണ്ടാ? ഓനക്ക് ജോലിയൊന്നുമില്ലല്ലോ. ഇതിനെ കൊണ്ടേ കല്യാണം കഴിക്കുന്ന ജോലിയായില്ലേ? പിന്നെ 10 ലക്ഷം 100 പവനും 2 ലക്ഷം രൂപ വാങ്ങിച്ചില്ലേ? ഇതിനെ വാങ്ങണ്ടല്ലോ. ബിസിനസ് തുടങ്ങാലോ. ഓ ബിസിനസ് തുടങ്ങിയ കണക്കായി ഒരങ്ങനെ പൂമാല കിട്ടിയ പോലെ ആവും. അല്ല എനിക്ക് ഇത് മദ്രസയിൽ ഇപ്പൊ എത്ര വരെ പഠിച്ചു? നമ്മളോ 3ാം ക്ലാസ് വരെ. 3ാം ക്ലാസ് വരെ പഠിച്ചോ? പിന്നെ എന്നിട്ട് എനിക്ക് എന്താ പഠിച്ചു? കേൾക്കാനോ നോക്കാനോ ഒക്കെ അറിയാലോ. എനിക്ക് നിൽക്കാനൊക്കെ അറിയോ? പിന്നല്ലാതെ അതെല്ലാം നിർബന്ധം തന്നെ. അത് ചെയ്യൽ പ്രധാനമാണ്. അതേപോലെ തന്നെ സ്ത്രീധനം വാങ്ങുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ഹറാമാക്കിയ കാര്യമാണ്. എനിക്കറിയാതെ. ഓ എന്നിട്ട് ആ ശ്രീധരൻ ഒന്ന് പൊയ്ക്കച്ചോന്ന്. മറ്റുള്ള തെറ്റിയത പഠിച്ചോനോ ഓലോട് വെച്ചോ. ഈച്ച് തെറ്റിയത് എന്നോട് വെച്ചല്ല, മറ്റുള്ളവരോടല്ല. അല്ല കുട്ടിയെ, കുട്ടികളും എന്നീ ലോകത്തുണ്ടാവുന്ന എന്റെ വിചാരം. അവർക്ക് ഈ ലോകത്ത് മാത്രം ജീവിച്ചാൽ മതിയോ? ലോകത്ത് ജീവിക്കണ്ടേ? അങ്ങനെ പറഞ്ഞു കൊടുക്കും കുഞ്ഞാലിക്ക. അതോ അച്ഛന് നമ്മുടെ കല്യാണം പോവണേ. അല്ല വീരാനെ, അനക്ക് പെണ്ണൊന്നും ശരിയായില്ലേ? ഓനക്ക് അങ്ങനെ പെണ്ണ് ശരിയാവാ? ഓന് ഈ പല്ല് കണ്ട് ഏത് പെണ്ണോ ഓനെ ഇഷ്ടപ്പെടുക? എന്നെ വേണമെങ്കിൽ പറഞ്ഞോ, എന്റെ പല്ലിനെ തൊട്ട് കളിക്കരുത്. പല്ലെന്റെ ദേശീയ ചിഹ്നമാ. ഞാനൊന്ന് ശരിക്കും അണിഞ്ഞൊരുങ്ങിയാലേ ഐശ്വര്യ റായ് വരെ എന്റെ പിന്നാലെ വരും. അതിരിക്കട്ടെ, അനക്ക് പെണ്ണ് ശരിയായ ജോണെങ്ങനെ നോക്കും? ഞാൻ എന്റെ 2 കൊണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കും. കണ്ണോണ്ട് നോക്കണ കാര്യല്ലേ നമ്മള് പറഞ്ഞേ. പിന്നെ അനക്ക് ജോലിയൊന്നുമില്ലല്ലോ, പിന്നെ ജോലെങ്ങനെ പോറ്റും? അതത്ര വലിയ കാര്യം. പാപ്പാനെ കൂലിപ്പണിക്ക് പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഓളെ നോക്കും. അല്ല പിള്ളേർക്ക് നമുക്ക് എന്നിട്ട് ജോലിക്കാൻ ആൾക്കാണ്. ഞാൻ പെണ്ണന്വേഷിച്ച നിങ്ങളെ പാട്ടിൽ വല്ല പെണ്ണുണ്ടോ? നമ്മളെ നാട്ടിലൊരു പെണ്ണുണ്ട്, മൊഞ്ചുള്ള പെണ്ണ്. 5 പൈസ സ്ത്രീധനം കിട്ടിച്ച് വിചാരിക്കണ്ട. അള്ളാന്റെ മാർഗത്തിലാണ് ഇച്ചിട്ട് പോര്.